ഹായ് എവ്രി വൺ, ഐ എം ടീന സുധീർ, യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെയിറ്റ് കുറയ്ക്കാനായിട്ടൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കുറയുന്നില്ല. പിന്നെ ചിലർക്കൊരു ഡൗട്ട് ഉള്ളത് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഒരു യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ളൊരു പ്ലാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങ് ഡയറ്റ് ആരംഭിക്കും. മിക്കവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫുൾ ഫുഡും സ്കിപ്പിംഗ് ആയിരിക്കും, ഫുൾ മീൽസും സ്കിപ്പിംഗ് ആയിരിക്കും. അതിന് പകരം കുറച്ച് ഫ്രൂട്ട്സോ കുറച്ച് ഡീറ്റോക്സ് ഡ്രിങ്കോ അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾ സാലഡോ ഒക്കെ കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കും. ഇത് കണ്ടിന്യൂസ് നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല. ഏകദേശം ഒരു 10-15 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളത് മടുക്കും. പിന്നെ നോർമൽ ഡയറ്റിലോട്ടാവും. അപ്പോൾ ഇരട്ടിയായിട്ട് വെയിറ്റ് കൂടുകയും ചെയ്യും. ഇങ്ങനെയുള്ളൊരു പ്രോസസ്സിലാണ് പോകുന്നത്. എന്നിട്ട് പറയുകയും ചെയ്യും എത്ര ശ്രമിച്ചിട്ടും എൻ്റെ വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞിട്ട് പെട്ടെന്ന് കൂടുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കുറഞ്ഞ വെയിറ്റിൽ പോകുന്നതാണോ താല്പര്യം? നമുക്ക് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിർത്താനായിട്ട് സാധിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മിക്കവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടരാനായിട്ട് സാധിക്കുന്നില്ല. പല ഡയറ്റീഷ്യൻസും ഡയറ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പലയിടത്തു നിന്നും ഡയറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ ഡയറ്റൊന്നും എനിക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വാങ്ങണം. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത് അവരുടെ ക്വാളിഫിക്കേഷൻ കൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. മിക്ക ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡയറ്റീഷ്യൻസ് ആകുമ്പോൾ അവർ ക്വാളിഫൈഡ് ആയിരിക്കും. കാരണം അവിടെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ടല്ലേ അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ക്ലിനിക്സിലൊക്കെ പോവുകയാണെങ്കിലും അവർ ഏത് കോഴ്സാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാതെ നിങ്ങൾ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ, കാരണം ഡയറ്റീഷ്യൻ്റെ തന്നെ ഒരുപാട് ഓൺലൈൻ കോഴ്സസ് ഉണ്ട്, ഈ 1 ഇയർ ഒക്കെ ഉള്ള ജസ്റ്റ് കോഴ്സസ്, അതൊന്ന് പഠിച്ചു എന്ന് വെച്ചിട്ട് ഒരു കാലറി കാൽക്കുലേഷൻ പോലും അറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് മാത്രം ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഡയറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഫുള്ള് മെലിഞ്ഞ് ഉണങ്ങി ഇരിക്കുന്നതൊന്നും അല്ല. ഡയറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അസുഖങ്ങളും വരരുത്. മിക്കവർക്കും ഡയറ്റ് എടുക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പലതരം അസുഖങ്ങളും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. ബ്ലഡ് കുറവാകും, കാൽഷ്യം കുറവാകും, അല്ലെങ്കിൽ ഫോൾട്ടി ഡയറ്റ് എടുത്തിട്ട് ഫാറ്റി ലിവർ പലർക്കും ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇങ്ങനെ ഉള്ള ഒരു ഡയറ്റ് ആർക്കും അത്ര താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ ഡയറ്റ് എടുക്കുന്നത് ഹെൽത്തിയർ ആയിട്ടിരിക്കണം, അതിനോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് കുറയുകയും വേണം. ഇങ്ങനെ ഉള്ള ഒരു ഡയറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ തന്നെ ഡയറ്റ് എടുക്കണം. ഇതിൽ ഞാൻ പറയുന്നത് കുറച്ച് ജനറൽ ആയിട്ടുള്ള ഇൻഫോർമേഷനാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. കാരണം നമ്മുടെ മെറ്റബോളിസത്തിൽ വ്യത്യാസം വരും. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുവാണെങ്കിലും നിങ്ങളുടെ മെറ്റബോളിസം വ്യത്യാസപ്പെടും. അതായത് മെറ്റബോളിസം കുറയുമ്പോഴത്തേനും അതനുസരിച്ച് വെയിറ്റ് കുറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഉറക്കം കുറവാണെങ്കിൽ നിങ്ങൾ ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് മസ്റ്റാണ്. ഇനി അത്രയൊന്നും ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂറാണ് നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിലും നൈറ്റ് ടൈമിൽ തന്നെ നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടണം. നമ്മുടെ ബോഡി റിപ്പയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ നടക്കുന്നത് മെയിനായിട്ട് ഈ നൈറ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ രാത്രിയുള്ള ഉറക്കമാണ് എപ്പോഴും ബെറ്റർ. കാരണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പകലൊക്കെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, രാത്രി ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അതനുസരിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. അതിന് റിവേഴ്സിബിൾ ആകുമ്പോഴത്തേനും അതിനനുസരിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുന്നവർക്ക് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് മാക്സിമം നൈറ്റിൽ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും, ഡേയിലേ അവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു ഒഴിവ് കൊടുക്കാം. അല്ലാത്തവർക്കൊക്കെ വീട്ടിൽ വെറുതെ മൊബൈലും വെച്ച് നൈറ്റ് ടൈം ഫുള്ള് ഇരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, അതൊന്നും അത്ര നല്ലതല്ല. രാത്രിയിലുള്ള ഉറക്കം നിർബന്ധമാണ്. അതൊരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കുക. ഇനി അടുത്തത്, ഡീഹൈഡ്രേഷൻ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ വെള്ളം ധാരാളം കുടിക്കണം. ഓരോരുത്തരുടെയും വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കണം. വളരെ വലിയൊരു മനുഷ്യൻ, ഭയങ്കര ഒരു 120-130 കിലോ ഉള്ള ആൾക്ക് നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ 35 ml/kg ആണ് നമുക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഒരു റഫായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഏകദേശം ഒരു 2.5-3 ലിറ്ററെങ്കിലും നിർബന്ധമായിട്ടും വെള്ളം കുടിച്ചിരിക്കണം. അത് മോരും വെള്ളം, നാരങ്ങ വെള്ളം, കൈക്കും വെള്ളം, ഏത് രൂപയാണെങ്കിലും പ്രശ്നമില്ല, പക്ഷേ വെള്ളം നിർബന്ധമാണ്.
വർക്കൗട്ട് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഡയറ്റ് മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ല. ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ വർക്കൗട്ട് കൂടെ ചെയ്യണം കേട്ടോ. വർക്കൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എത്ര നാൾ വർക്കൗട്ട് ചെയ്യണമെന്ന്. വർക്കൗട്ടൊക്കെ നമ്മുടെ ജീവിത അവസാനം വരെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടതാണ്. അത് ഇത്ര നാൾ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. വെയിറ്റ് കുറയും, പിന്നെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് കൂടും. അപ്പോൾ നിങ്ങൾ ലൈഫ് ലോങ് വർക്കൗട്ട് ചെയ്യുക. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എങ്കിലും ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക. ഇനി വർക്കൗട്ട് മാത്രം മതിയോ വെയിറ്റ് ലോസിന്? ഒരിക്കലും അല്ല കേട്ടോ. വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ ചെയ്തിട്ട് ബാക്കിയുള്ള സമയത്ത് വെറുതെ ഇരിക്കുവാണെങ്കിൽ വെയിറ്റ് കൂടുകയുള്ളൂ. വർക്കൗട്ടും വേണം, ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, നടത്തം ഇമ്പോർട്ടൻ്റ് ആണ്, വീട്ടിലെ പണികൾ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കണം. ഒരു സ്ഥലത്ത് ശരിക്കും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൂടുതലൊന്നും ഒരു സ്ഥലത്ത് നമ്മൾ റെഗുലർ ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്ന്. ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുന്നേൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക, ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും വന്നിരിക്കുക. ഇങ്ങനെയുള്ള ടൈപ്പിൽ ആക്ടിവിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരണം. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ ആണെങ്കിലും ഓഫീസിലൊക്കെ ആണെങ്കിലും ഫോൺ തൊട്ടടുത്ത് വെക്കാതെ കുറച്ച് ദൂരെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓരോ പ്രാവശ്യം കോൾ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എടുക്കൂലേ. ഇതുപോലെ റിവോൾവിങ് ചെയർ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം റിവോൾവ് ചെയ്യുന്നതനുസരിച്ച് കുറച്ചൊക്കെ കാലറി ബേൺ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളം കുപ്പിയൊക്കെ നേരെ ടേബിളിൽ വെക്കാതെ കുറച്ചകത്തി വെക്കുക. അപ്പോൾ പോയി എടുക്കുമ്പോഴത്തേനും കുറച്ച് കാലറി ബേൺ ഉണ്ടാവും. അതുപോലെ വീട്ടിലെല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലോട്ട്, ഇപ്പോൾ വലിയ വീടൊക്കെ ആണെങ്കിൽ പോകാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് നടന്ന് പോവാതെ ഒന്ന് ഓടിപ്പോകുമ്പോൾ അത്രയും കാലറി ബേൺ ആവും. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊന്ന് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ആക്ടിവിറ്റി കൂടുതലാകുമ്പോൾ അതനുസരിച്ച് വെയിറ്റ് ലോസും ഉണ്ടാവും. ഈ മീൽസ് വെൽ ബാലൻസ്ഡ് ആയിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻ മസ്റ്റാണ്. പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീനുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുക, വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സ് അത്യാവശ്യമാണ്. മൈക്രോ ന്യൂട്രിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ ഹെൽത്തി ഫാറ്റ് നട്ട്സ് കഴിക്കാം. നട്ട്സ് ഓവർ ആവരുത്, 5 എണ്ണം മാത്രം, അതിൽ കൂടുതലാവരുത്. അതുപോലെ ഫിഷ് യൂസ് ചെയ്യുക, ചെറിയ മീനുകൾ, ചെമ്മീൻ, ഞണ്ട്, കക്കയിറച്ചി, കൂന്തലൊന്നും അധികം വേണ്ട. ബാക്കിയുള്ള ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റെഡ് മീറ്റ് ഒഴിവാക്കിയിട്ട് ചിക്കൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എഗ്ഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആഴ്ചയിൽ ഒരു 3 മുട്ടയൊക്കെ ഉണ്ണിയോട് കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ഡെയിലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗ് വൈറ്റും യോക്കും അങ്ങനെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. തൈറോയിഡ്, PCOD, അതുപോലെ തന്നെ വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി, ഇതൊക്കെ ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സപ്ലിമെൻ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഒരു PCOD ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അത് ട്രീറ്റ് ചെയ്യുക. തൈറോയിഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ് എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഒന്ന് ചെയ്യുന്ന വഴിയിട്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അതിലോട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു.